ഉണ്ണിയമ്മേ കുമ്പടി വന്നു. റഹീമിന് വല്ല ബസ്സിന് കല്ലെറിയാനോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പിക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസറെ കരാമോ ചെയ്യാനോ മൂത്രമൊഴിക്കാൻ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കാനോ ഒക്കെ പറ്റുള്ളൂ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റായി പോയി. അദ്ദേഹത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലേക്കോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിലേക്കോ നിയോഗിച്ചാൽ തെറ്റില്ല. അതിനൊക്കെ പുള്ളി പറ്റിയ ആളാണ്. ചീത്ത വിളിക്കാനും തന്നേക്ക് പറയാനും മുണ്ടുപോക്കി കഴിക്കാനും ഒക്കെ റഹീം മതി. ഇന്നും കിട്ടിയില്ലേ? എന്തായിരുന്നു വിഷയം? ഇനി ഏതാനും ദിവസങ്ങൾക്കിടയിൽ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ രാജ്യസഭാംഗം ശ്രീ AR റഹീം കർണാടകത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ സങ്കടം പങ്കിടാൻ അതിനെക്കുറിച്ച് കേരളീയരെ ബോധ്യപ്പെടുത്താനും വേണ്ടി നടത്തിയ സാഹസികമായിട്ടുള്ള ശ്രമമായിരുന്നു. സാഹസികം എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ പോലീസോ നാട്ടുകാരോ അല്ലെങ്കിൽ കർണാടകത്തിലെ റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ ഗുണ്ടകളോ അദ്ദേഹത്തെ തടഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കറിയാം, മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം വികാരാധീനനായി ഇംഗ്ലീഷ് ഭാഷയിൽ ചില കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് കേട്ട ആളുകൾക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, മലയാളക്കരയിൽ വളരെയധികം ആളുകളെ ചിരിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഏതായാലും ഈ ആണ്ടർതി കാലത്ത് നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏതെങ്കിലും സന്തോഷമാണ്. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? Government of Karnataka officer said this is purely belongs to government property. It's a GBA property. That's why we have to did the demolition. So, can you the government of Karnataka make a audit? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? Karnataka city regarding the this how many of them? So the government. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതിയാണ് യലഹങ്കയിൽ നടന്നത്. ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. നമ്മുടെ നാട്ടിലും അതിന് വലിയ പ്രാധാന്യം കിട്ടി. ഇതൊരു നടത്തു പോണ മാതിരില്ല. ഇതിൽ വേറൊരു പ്രത്യേകത കൂടി, ഈ കുടിയിറക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ തരിപ്പണമാക്കപ്പെട്ട ആളുകൾ അധികം പേരും ന്യൂനപക്ഷ സമുദായക്കാരാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അതിൻ്റെ എരിവും പുളിയും അല്പം കൂടുതലായിരുന്നു. മറ്റെല്ലാ സ്ഥലത്തും ഒരു മാനുഷികമായ ദുരന്തം എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു. ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി. കോൺഗ്രസ്സിന് വലിയ മേൽക്കൈ കിട്ടിയിരിക്കുകയാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അധികവും കോൺഗ്രസിനെ UDFനെയാണ് പിന്തുണച്ചത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. എല്ലാവർക്കും അറിയാം. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ കലക്കായ വെള്ളത്തിൽ മീൻ പിടിക്കാം എന്ന് വിചാരിച്ചാണ് നമ്മുടെ പാവ റഹീം അവിടെ പോയത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ റഹീമിനെ അയച്ചതാണ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇദ്ദേഹം മുസ്ലിം സമുദായാംഗമാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ പുള്ളി അയച്ചത്. പിന്നെ പാർലമെന്റിൽ ഒരു ഗർജിക്കുന്ന സിംഹമാണ്. പക്ഷെ അതേ ഗർജിക്കുമ്പോൾ ഒരു കുഴപ്പം, ഇംഗ്ലീഷ് ഭാഷയുടെ ഗ്രാമറും പുള്ളി തമ്മിൽ ഒരു വിധത്തിൽ പൊരുത്തപ്പെടുകയില്ല. അഥവാ ഇംഗ്ലീഷ് ഗ്രാമറിനോട് വിപ്ലവം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് റഹീം. റഹീമിൻ്റെ പാർലമെൻറ്റ് പ്രസംഗങ്ങളൊക്കെ വിഖ്യാതമാണ്. ഇന്ത്യ ഈസ് എ ലാർജ് കൺട്രി, ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി, സാർ വാട്ട് കേരള തിങ്സ് ടുഡേ ഇന്ത്യ തിങ്സ് ടുമാറോ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രീതി. അപ്പോൾ ഇതൊക്കെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ കോമ്പോസിഷൻ എഴുതുന്ന പോലെ കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ, ഇറ്റ് ഹാസ് 4 legs, ഇറ്റ് ഹാസ് എ ലോങ് ടൈൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് റഹീമിൻ്റെ ഇംഗ്ലീഷ്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. മോശക്കാരനായ റഹീമിനെ തന്നെ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർക്ക് വിട്ടതെന്ന് നമുക്കറിയില്ല. ഇനി അദ്ദേഹം അവിടെ പോയി പരിഹാസ്യരാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ. പുള്ളി അവിടെ പോയി പുള്ളിയുടെ തനത് ശൈലിയിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ച് കേട്ടവർക്ക് ഒരു കാര്യം മനസ്സിലാവും. പുള്ളി പല വാക്കുകളും സ്റ്റൈലാക്കിയിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പം കർണാടക എന്ന് പുള്ളി വെറുതെ പറയില്ല, കർണാടക ഇങ്ങനെ പറയുള്ളൂ. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. So what is the rational explanation of the state government of Karnataka? So there is no justification. So this is same, this bulldozer Raj is the repetition. But why? Full many a jump of pure serene lay underneath the unfathomed ocean unblossomed. But why? പുവർ എന്ന് പറഞ്ഞാൽ എന്തോ കുറച്ചിലാണെന്ന് വിചാരിച്ചിട്ട് പുള്ളി പ്യുവർ എന്ന് പറയാം. So because why did the here? Why only the pure? Why only the pure? ഇത് ഓക്സ്ഫോർഡ് ആക്സെൻ്റാണ് പുള്ളി വീശാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു വാക്ക് പുള്ളി ഓക്സ്ഫോർഡിൽ പറഞ്ഞാൽ അടുത്തത് പുള്ളി വെഞ്ഞാറമൂട്
ആക്സിഡന്റിലേക്ക് പോകും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അപ്പോൾ ഓക്സ്ഫോർഡും വെഞ്ഞാറമൂടും തമ്മിലുള്ള ഒരു ഫുട്ബോൾ മത്സരമാണ് പുള്ളിയുടെ ഓരോ സ്പീച്ചിലും നടക്കുന്നത്. ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. സമീപകാലത്ത് പുള്ളി രാജ്യസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ചില വാക്കുകൾ പുള്ളി സ്റ്റൈലൈസ് ചെയ്തു. അങ്ങനെ പറയുന്നു. ഇതൊക്കെ ഒരു കൗമാര ചാബല്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ പുള്ളിയുടെ ഈ സ്പീച്ച് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മലയാളക്കരയിൽ കടുത്ത മാർസിസ്റ്റുകാരടക്കം എല്ലാവരെയും ചിരിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെയും പുള്ളി എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാഹസങ്ങൾക്ക് തെരഞ്ഞെടുത്ത് അയക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകാത്ത ഒരു സമസ്യ. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. ഇത് മാത്രമല്ല, മിക്കവാറും എല്ലാ യുവജന നേതാക്കന്മാരും ഇതുപോലൊക്കെ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ നേതാവും ഈ അഖില ലോക വിപ്ലവ യുവജന സംഘടനയുടെ ഇതിന് മുമ്പത്തെ പ്രസിഡന്റുമായിരുന്ന മുഹമ്മദ് റിയാസ് എവിടെ പോണു? വെള്ളം കുടിക്കും. സുപ്രീം കോടതിയിൽ റിട്ടയർ ചെയ്ത ജഡ്ജി മാർക്കണ്ടയെ കഞ്ചുവുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും റിയാസ് സഖാവിൻ്റെ ആംഗല ഭാഷാ പാരംഗതത്വം. ഇതിൽ തമാശ എന്ന് വെച്ചാൽ ഇവരൊക്കെ MA-കാരുമാണ്, നിയമബിരുദധാരികളുമാണ്, പേരിനൂടെ അഡ്വക്കേറ്റ് എന്ന് വെക്കുന്നവരുമാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അഡ്വക്കേറ്റ് AR റഹീം എന്നൊക്കെ വെച്ചാണ് വോട്ട് ചോദിക്കുക. ഇവരുടെ ഇംഗ്ലീഷാണ് ഈ പറയുന്നത്. ഇവർ കോടതിയിൽ പോയിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇംഗ്ലീഷ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നുള്ളൂ. പിന്നെ മലയാളികൾക്ക് പൊതുവെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ നിലവാരം വളരെ മോശമായി. നമ്മുടെ ബിന്ദുവിനെ പോലുള്ള ആളുകളാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. വെറെവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഐ അബൌട്ട് മൈ ഹെഡ് എന്നൊക്കെ പറയുന്നത്. ഈ വാസ് എ പ്രൈഡ് ഓഫ് ഇരിക്കാലക്കൂട എന്ന് പറയുന്നത് ഓർക്കില്ലേ, ജയചന്ദ്രൻ ഭരിച്ചപ്പോൾ. അങ്ങനെയുള്ള ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. പിന്നെ ചിന്താ ജെറോമിനെ പോലുള്ളവർക്കാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കൊടുക്കുന്നത്. പണ്ട് EK നായനാർ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോഴാണ് സായിപ്പന്മാർ ഇന്ത്യ വിട്ടു പോയത് എന്ന് സീതി ഹാജി തമാശ പറഞ്ഞിട്ട്, സീതി ഹാജി തമാശയായിട്ട് പറഞ്ഞാണ് എങ്കിൽ പോലും. പക്ഷേ റഹീം ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ സായിപ്പന്മാർ അറബിക്കടലിൽ ചാടി മരിച്ചാൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ പിന്നെ റഹീമിന് അറിയാവുന്ന ഭാഷ പറഞ്ഞാൽ പോരെ എന്നൊരു ചോദ്യമുണ്ട്. അതുമല്ല, പുള്ളി അതൊരിക്കലും ചെയ്യുകയില്ല. പുള്ളിക്ക് അറിയാത്ത ഭാഷയിൽ പറയാനാണ് പുള്ളിക്ക് താല്പര്യം. റഹീം എത്ര ശ്രമിച്ചാലും ശശി തരൂരാവില്ലല്ലോ. തരൂർ എത്ര ശ്രമിച്ചാലും റഹീമിൻ്റെ നിലവാരത്തിൽ എത്താൻ പറ്റുകയില്ല. ശശി തരൂർ നടത്തേണ്ട പ്രസംഗം ശശി തരൂർ നടത്തണം, പ്രേമേന്ദ്രൻ നടത്തേണ്ട പ്രസംഗം പ്രേമേന്ദ്രൻ നടത്തണം, റഹീം നടത്തേണ്ട പ്രസംഗം റഹീം നടത്തണം. ഓരോരുത്തരും അവരുടെ കൂടി ചെയ്യാവുന്ന ജോലികൾ ചെയ്യണം. അപ്പോൾ ആ പ്രശ്നം തീർന്നു. റഹീമിന് വല്ല ബസ്സിന് കല്ലറിയാനോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പിക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസറെ കയറാമോ ചെയ്യാനോ മൂത്രമൊഴിക്കാൻ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കാനോ ഒക്കെ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാതെ ഇദ്ദേഹത്തെ ഈ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് പറഞ്ഞ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്ത് വിട്ടതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അദ്ദേഹത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലേക്കോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിലേക്കോ നിയോഗിച്ചാൽ തെറ്റില്ല. അതിനൊക്കെ പുള്ളി പറ്റിയ ആളാണ്. ചീത്ത വിളിക്കാനും തന്നേക്ക് പറയാനും മുണ്ടുപോക്കി കാണിക്കാനും ഒക്കെ റഹീം മതി. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.